നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ ഉണ്ടാവാതിരിക്കില്ല. അവർക്ക് വേണ്ടി ഒരു ഗ്രീറ്റിംഗ് കാർഡ് ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ A4 സൈസിലുള്ള ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളേഴ്സാണ്, ഞാൻ റെഡ് കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ബൗൾ വെച്ചിട്ട് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നാലേ അതിൻ്റെ ലൈനൊന്ന് കറക്റ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൻ്റെ അടപ്പോ അതിന് എന്തും എടുക്കാവുന്ന കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു പോർഷന് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മാരകമായ ട്രാൻസ്ഫോർമേഷനാണ്, ആരും തെറ്റിദ്ധരിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഞാനിത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇത് ഒരു 6-8 സെൻറ്റിമീറ്ററിലുള്ളൊരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് ത്രിബിളായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ട് കേവ് എഡ്ജസാട്ടോ ഞാൻ ഇവിടെ വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമുക്കതൊരു വലിയ സപ്പോർട്ടാണ് വരുന്നത്, നിങ്ങൾ തരുന്ന. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ഞാൻ ആ ഫ്ലവറിൻ്റെ ഒരു എഡ്ജ് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് നീറ്റായിട്ടുള്ള ഫ്ലവർ കിട്ടുള്ളൂ. നമുക്ക് ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. ഇതിന് വേണ്ടി ഞാൻ ഫെവിക്കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ നീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എഡ്ജ് പോർഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം, കുറച്ചുകൂടി നീറ്റായിരിക്കും. ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ നന്നായിട്ട് ഒട്ടിട്ടോ. ഈ യെല്ലോ പശ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നുന്നു ഫെവിക്കോളായിരിക്കും ഇന്ന്. ഇനി നമുക്കതിൻ്റെ എഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒറിജിനാലിറ്റി തോന്നും. കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കേവ് ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് എല്ലാ പെറ്റൽസും ഞാൻ അങ്ങനെ കേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിസേഴ്സ് വെച്ചിട്ട് തന്നെ കേട്ടോ എല്ലാതും കേവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്കൊരു 5-6 ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ വിടുത്തെടുത്തിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഇതിൽ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫെവിക്കോൾ ഇതിൻ്റെ ഫസ്റ്റ് എഡ്ജ് പോർഷനിലാക്കിയിട്ട് ഒന്നുകൂടെ അമർത്തി പ്രസ് ചെയ്താൽ നല്ല നീറ്റായിട്ട് അത് അവിടെ ഇരിക്കും. നീറ്റായിട്ടാണ് ഞാനിത് ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 6 ഫ്ലവേഴ്സാണ് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആവശ്യം വന്നിട്ടുള്ളത്. അതിനകത്ത് 6 ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പെയിൻറ്റ് ഞാൻ ആ ഫ്ലവേഴ്സിൻ്റെ നടുക്കിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിത് വൈറ്റ് ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്മസ് ഈ തീമും ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഞാൻ ഫീൽ ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലായിടത്തും വൈറ്റ് ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ ഫിനിഷായി. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.